നീ എന്താ ഇവിടെ ഇല്ല വെറുതെ അമ്മാവൻ അവിടെ ജംഗ്ഷനിൽ ഇപ്പോൾ അവിടെ വെച്ച് ഞാൻ കണ്ടിരുന്നു. നീ ആ പറഞ്ഞതിന്റെ ശേഷം മനസ്സിനൊരു സുഖല്ലേ? അപ്പൊ ഞാൻ കുറെ നേരം അമ്പലത്തിന്റെ അവിടെ ആലിന്റെ അവിടെ ഇരുന്നു. അല്ല മാമ, അതിപ്പം വേറെ അങ്ങനെ പേടിക്കാനൊന്നും ഇല്ല. എന്നോട് 1-2 പേര് പറഞ്ഞപ്പോൾ ആ അഭിപ്രായം ഞാൻ അമ്മാവനോട് പറഞ്ഞു. പക്ഷെ വേറെ 2-3 എന്നോട് പറഞ്ഞു അതത്ര കുഴപ്പമൊന്നുമില്ല, സൂക്ഷിച്ചാൽ മതി. പിന്നെ തങ്കവും ഏതാണ്ട് ഈ പ്രായത്തിലല്ലേ രണ്ടാമത്തെ പ്രസവിച്ചത്. എന്നിട്ട് തങ്കത്തിന് കുഴപ്പമൊന്നുമില്ല. തങ്കത്തിനെ പോലെ തന്നെ അമ്മായിക്ക് നല്ല ആരോഗ്യമുള്ളതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഞാനും അതാണ് ഗിരിജോട് പറയാനൊരു അതൊന്നും ഇവിടെ നമ്മളെല്ലാവരും ഇല്ലേ അമ്മ? പറ്റില്ല, ഒന്നുമില്ല. ഈശ്വരൻ അങ്ങനെ തീരുമാനിച്ചെങ്കിൽ അങ്ങനെ നടക്കട്ടെ. പിന്നെ പിന്നെ നമ്മളത് സൂക്ഷിച്ചാൽ മതി. ഒപ്പണ്ടാവണേടാ. എന്താ അമ്മാവ അങ്ങനെ പറയണേ? ഞാൻ എപ്പോഴും അമ്മാവൻ്റെ കൂടെ അല്ലേ. അന്ന് ഈ അത് പറഞ്ഞപ്പോഴേ എനിക്കൊരു അമ്മാവൻ നമ്മളെ കൂടെ ഉണ്ടാവുമല്ലേ എപ്പോഴും, ഇല്ലേ? നമുക്ക് അവളെ ഒരു ഡോക്ടറെ കൊണ്ടൊക്കെ കാണിക്കണം. അവളുടെ ആരോഗ്യസ്ഥിതി അങ്ങനെ പേടിക്കില്ല അമ്മാവ. ഇപ്പൊ എടുത്തിയാടി ഒന്നും ചെയ്യണ്ട, സൂക്ഷിച്ചാൽ മതി. പിന്നെ അല്ല അമ്മാവ, വേറൊരു കാര്യം, ഞാനേ അമ്മാവൻ പറയണതൊന്ന് നോക്കി അങ്ങനെ നിൽക്കുമായിരുന്നു. അവിടെ വീട്ടിലോട്ട് പോയിട്ട് പറയാനുള്ള കാര്യമല്ല. നമുക്കത് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാതെ. എന്ത് നീ പറഞ്ഞാലും ഞാൻ കേൾക്കും. കാരണം എനിക്കിത് അത്ര പരിചയമില്ലല്ലോ, ഞാൻ ആദ്യമായിട്ടല്ലേ. അതായത് അമ്മാവ എപ്പോഴും പറയാറുണ്ടായിരുന്നല്ലോ, ആ ചീരത്തോട്ടത്തിൻ്റെ അവിടെ കിടക്കണ 30 സെൻറ്റ് സ്ഥലത്തിൽ 15 സെൻറ്റ് മുത്തിന് തരാമെന്ന് പറയുമായിരുന്നല്ലോ. അപ്പം അത് മുത്തിന് തന്നെ തരണം ആ 15 സെൻറ്റ്. കാരണം എന്തറിയാമോ, അതൊക്കെ കണ്ടിട്ടാണ് മുത്തിനെ ഞാൻ ഡോക്ടർ പഠിക്കാൻ വിട്ടത്. ഇനി അവളെ കല്യാണം നടത്തണം, അതൊക്കെ വിറ്റിട്ട് എന്താ ക്ലീറ്റത് ഈ വിവരമില്ലാണ്ട് ഓരോന്ന് പറയുന്നത്? അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാനും ഗിരിജി മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾക്കൊരു അവകാശം കൂടി വരില്ലേ. അപ്പൊ പിന്നെ അവന്റെ തീരുമാനം എന്താണെന്ന് അറിയാണ്ട് നമുക്ക് അങ്ങോട്ട് കണ്ട പോലെ ആർക്കെങ്കിലും എഴുതി കൊടുക്കാൻ പറ്റുമോ? എന്ത് വർത്താനാണ് അമ്മാവൻ പറയണത്? അമ്മാവൻ പറഞ്ഞ വാക്ക് വിശ്വസിച്ചിട്ടല്ലേ ഞാൻ ഇതൊക്കെ ഓരോന്ന് ചെയ്യണത്. എടാ, എനിക്ക് അന്ന് അവകാശികൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്റെ ചോരയിൽ ഒരു കുഞ്ഞ് പിറക്കുമ്പോ അവനല്ലേ തീരുമാനിക്കാൻ, അല്ലെങ്കിൽ അവളല്ലേ തീരുമാനിക്കാൻ എന്റെ സ്വത്ത് എന്ത് ചെയ്യണമെന്ന്. ഈ അവകാശം ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വേണ്ടെന്ന് വെക്കാൻ കൊച്ചിനെ. നീ അതുകൊണ്ടാണ് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് നീ എന്നെ പേടിപ്പിച്ചില്ലേ. നീ അങ്ങനെ നോക്കിയാ നീ എന്റെ കൊച്ചിനെ കൊല്ലിക്കല്ലടാ, നീ ഇതിന്റെ മുമ്പ് പല പ്രാവശ്യം എന്റെ സ്വത്തിന് വേണ്ടി ഓരോന്ന് ചെയ്തോണ്ട് എനിക്കറിയാം. എന്ത് പറയണ്ടേ, നീ ഒന്നും പറയണ്ട. ഇപ്പോഴാണ് നിന്റെ ഒക്കെ തനിതറ എനിക്ക് മനസ്സിലായത്. അമ്മായി എന്തേടാ അമ്മ ഒരു ക്ലീനർ പറ്റൂടെ റോഡിൽ കിടന്ന് അടിയുണ്ടാക്കുന്നു. അയ്യോ ഗിരിജേട്ടാ, ഗിരിജേട്ടാ, അമ്മായി, ഗിരിജേട്ടാ, ഓടല്ലേ, അമ്മായി പറഞ്ഞത് ഓടല്ലേ. സ്വപ്നായിരുന്നു. സ്കൂളിൽ പോകുന്നില്ല അമ്മ. ഈ അമ്മയുടെ കേൾപ്പാനിട്ടോ ഒന്നും കേൾക്കുന്നില്ല. അമ്മ ഒന്ന് പറയൂ അമ്മ, പ്ലീസ്, ആ സ്കൂളിൽ പോവാതിരിക്കാൻ വേണ്ടി. അമ്മൂമ്മ പറയട്ടോ.